കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഒക്കെ അടുത്ത ആഴ്ചയിൽ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന തമ്പുരുമോളുടെ സംസാരശേഷി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആ മനയിലേക്ക്, ആ ബ്രഹ്മരക്ഷസുള്ള ആ മനയിലേക്ക് ഗിരിദേവനും വാവരും ഉണ്ണിമോളും എല്ലാരും കൂടെ പോകുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ രാജീവൻ ആ മനയിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. ഗുണ്ടകളെ ഭയന്ന് ഓടിച്ചെന്ന് കയറുന്ന ഗിരിദേവനും ഉണ്ണിമോളും എല്ലാരും കൂടെ ഉള്ള ആ മനയിലേക്കൊക്കെയാണ്. അങ്ങനെ രാജീവന്റെ ജീവനും രക്ഷിക്കുകയാണ് ഗിരിദേവൻ. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടത് ഗിരിദേവൻ ഉണ്ണിമോളോട് ആ കഥകളൊക്കെ പറയാണ്. തമ്പുരുമോളുടെ സംസാരശേഷി പോയത് എങ്ങനെയാന്ന്. തമ്പുരുമോൾ ആ മനയിലേക്ക് വന്നതിന് ശേഷം തമ്പുരുമോളുടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ വീട്ടിലേക്ക് തിരികെ പോവായിരുന്നു. അപ്പൊ തമ്പുരുമോളുടെ ആ മുടിയില് ആ റൗണ്ടിലുള്ള ഒരു സംഭവം അവിടെ നിന്ന് വീണിട്ടുണ്ടായിരുന്നു. ആ മനയില് ആ മുറി കയറി ആ സ്വർണ്ണ ബിസ്ക്കറ്റ് നോക്കുന്ന സമയത്ത് അത് അറിയാതെ തലയിലേക്ക് വന്ന് വീണതാണ്. പക്ഷെ തമ്പുരു അത് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ കാറി പോകുന്ന സമയത്ത് തമ്പുരുവിന്റെ അമ്മ പറഞ്ഞു, അത് മോളെ നിന്റെ തലയിൽ എന്താ ഇരിക്കണേന്ന് ചോദിക്കണം. അപ്പൊ തമ്പുരു എനിക്കറിയില്ല അമ്മയെന്ന് പറയണേ. തമ്പുരുവിനെ അറിയില്ലല്ലോ. അത് ബ്രഹ്മരക്ഷസ് കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഒരു നിധിയിൽ ഒന്നായിരുന്നു തമ്പുരുവിന് അറിയില്ല. പെട്ടെന്ന് അത് എടുത്തിട്ട് ഇത് എവിടുന്നാ നിന്റെ തലയെ വന്നതെന്ന് പറിച്ചിട്ട് അതങ്ങോട്ട് എറിഞ്ഞു കളയുവാണ്. പക്ഷെ അത് അത്ര വെല്ലുവിളിച്ച നിധിയായിരുന്നു. ഇതിന്റെ പിന്നില് ഒരു കഥയുണ്ടെന്നുള്ള കാര്യമൊന്നും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ അവർ വീട്ടിലേക്ക് പോവാ. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് തമ്പുരുവിന് എന്തോ വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെയായിരുന്നു. അങ്ങനെ തമ്പുരുവിന്റെ അടുത്തേക്ക് ബ്രഹ്മരക്ഷസ് അത് അന്വേഷിച്ചുകൊണ്ട് വരുവാണ്. ആ ചെറുതാണെങ്കിൽ പോലും കാത്തു സൂക്ഷിച്ചു വെച്ച സ്ഥാനം അത് നഷ്ടപ്പെട്ടിട്ട് കളയാൻ പറ്റില്ല. അങ്ങനെ അത് അന്വേഷിച്ചു വന്ന് തമ്പുരുവിനോട് വന്ന് അത് തരാൻ പറയാണ്. പക്ഷെ തമ്പുരുവിന് എന്താന്ന് പോലും മനസ്സിലായില്ല ചോദിക്കുന്ന എന്താന്ന്. ഒരു പ്രായമായ ഒരാൾ വന്നിട്ട് അങ്ങനെ ചോദിക്കുന്നതായിട്ട് തമ്പുരുവിന് അറിയത്തുള്ളൂ. പക്ഷെ തമ്പുരുവിന്റെ എവിടുന്ന് കൊടുക്കാനാ. ഇയാൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ അത് തരാനും പറഞ്ഞ് കൈ നീട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് തമ്പുരു ബോധം കെട്ട് വീഴുവാണ്. തമ്പുരുവിന്റെ ബോധം വീഴുമ്പോഴത്തേന് തമ്പുരുവിന്റെ സംസാരശേഷി പോയിട്ടുണ്ടായിരുന്നു. ഇത് അറിഞ്ഞ് രഘുവും തമ്പുരുവിന്റെ അമ്മയും കൊണ്ടാത്ത ഹോസ്പിറ്റലില്ല എല്ലായിടത്തും കൊണ്ടുപോയി ചികിത്സിച്ചൊക്കെ നോക്കി. പക്ഷെ ഒരിടത്തൊന്നും അവർക്ക് പ്രതീക്ഷയുള്ള ഒരു വാക്ക് പോലും കിട്ടിയില്ല. എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് പോലും അറിയത്തില്ല. ഇത്രയും നാൾ നന്നായിട്ട് പാടിക്കൊണ്ടിരുന്ന കുട്ടിയാണ്. പെട്ടെന്ന് ഒരു ദിവസമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ആ ബ്രഹ്മരക്ഷസ് തമ്പുരുവിനെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരും. ആ തരാനും പറഞ്ഞുകൊണ്ട് ആ കളഞ്ഞുപോയ നഷ്ടപ്പെട്ടു പോയ ആ നിധിയിലെ ഒരംശം അത് തരാനും പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഈ സമയത്തെല്ലാം തമ്പുരു വെപ്രാളപ്പെട്ട് കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് ഓടിക്കൊണ്ടിരുന്നേ. അങ്ങനെ കുറെ സ്ഥലത്തിലൊക്കെ കൊണ്ട് കാണിച്ച് നിവൃത്തിയില്ലാതെ വന്ന് ഇപ്പൊ ജോത്സ്യന്മാരെയൊക്കെ പോയി കണ്ടു. അപ്പം തമ്പുരിന്റെ കൂടെ ആരോ ഒരാൾ പുറകെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ തമ്പുരി പേടിച്ചോടുന്നേ. അങ്ങനെ 11 ദിവസം പോയി ദേവീക്ഷേത്രത്തിൽ പോയി ഭജന ഇരിക്കുവാണെങ്കിൽ തമ്പുരുവിന്റെ സംസാരശേഷി തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അങ്ങനെ അവിടെ ഭജന ഇരിക്കാൻ വന്നേ. അങ്ങനെ തമ്പുരുമോള് 11 ദിവസം ഭജന പൂർത്തിയാക്കുവാണ് ഈ ക്ഷേത്രത്തില്. ആ ക്ഷേത്രത്തിൽ വന്ന് ഭജന പൂർത്തിയാക്കിയതിന് ശേഷം തമ്പുരുവിനെ കൂട്ടി ഗിരിദേവനും ഉണ്ണിമോളും ലെമ്പും എല്ലാരും കൂടി ആ മനയിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഉണ്ണിമോളും തമ്പുരുമോളും ഗിരിദേവനും ലെമ്പും എല്ലാരും കൂടിയിട്ട് ആ മനയിലേക്ക് വരുവാണ്. അപ്പൊ ആ മനയാണ് എല്ലാത്തിനും ഒരു കാരണം. ആ മനയിലേക്ക് വന്നുകൊണ്ടാണ് തമ്പുരുമോളുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയത്. പക്ഷെ ആ മനയിലേക്ക് വന്നെന്ന് അറിഞ്ഞപ്പോ തന്നെ രഘുവിനും തമ്പുരുമോളുടെ അമ്മയ്ക്കും വല്ലാത്ത ടെൻഷനായിരുന്നു. കാരണം ആ മനയിലേക്ക് വന്നുകൊണ്ടാണ് ഇങ്ങനെ ആപത്തുകളൊക്കെ ഉണ്ടായെന്ന് അവര് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് കയറാൻ വരുന്ന സമയത്ത് ബ്രഹ്മരക്ഷസ് അയ്യപ്പസ്വാമി അങ്ങോട്ട് കയറാതെ എതിർക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അയ്യപ്പസ്വാമിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് ബ്രഹ്മരക്ഷസിന് സാധിച്ചില്ല. ഗിരിദേവനും ഉണ്ണിമോളും എല്ലാരും കൂടെ അകത്തേക്ക് കയറണം. അകത്തേക്ക് കയറി സമയത്ത് കാര്യസ്ഥനും അവരുടെ മോളും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ആ പണമെല്ലാം രഘുവിന്റെ അത്രയും വലിയ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആ സ്വർണ്ണ ബിസ്ക്കറ്റൊക്കെ അടിച്ചു മാറ്റിയത് അവളായിരുന്നു. പക്ഷെങ്കിൽ ബ്രഹ്മരക്ഷസ് തങ്ങളെ ഒന്നും ചെയ്യത്തില്ല. തമ്പുരുമോളെയും രഘുവിനും ഒക്കെ എന്തെങ്കിലും ചെയ്യുള്ളൂ. കാരണം അവരാണല്ലോ പോയി മുറി തുറന്നു വിട്ടത്. അതുകൊണ്ട് ആ ധൈര്യത്തിലായിരുന്നു അവരിരുന്നത്. പക്ഷെ അയ്യപ്പസ്വാമി അവരെ വെറുതെ വിടുവോ? അപ്പൊ അവൾക്കൊട്ടൊരു പണി കൊടുക്കാൻ തന്നെ അയ്യപ്പസ്വാമി തീരുമാനിച്ചു. അങ്ങനെ ഒരു ബാഗിനകത്ത് കുറെ പണമെല്ലാം അവിടെ കൊണ്ട് മുറിക്കകത്ത് വെക്കുന്നുണ്ട്. ഈ പണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അത് അടിച്ചു മാറ്റാനായിട്ട് കാര്യസ്ഥന്റെ മോള് ശ്രമിക്കുക. പക്ഷെ അവൾക്കൊട്ടൊരു 8ന്റെ പണി തന്നെ നമ്മുടെ അയ്യപ്പസ്വാമി അങ്ങോട്ട് കൊടുത്തു. അവൾ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത്. പിന്നീട് കാണിക്കുന്ന രാജീവൻ അങ്ങോട്ട് ഓടി അലച്ച് കയറി വരുന്നുണ്ട്. രാജീവന്റെ പുറകെ ഗുണ്ടകളുണ്ടായിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ കണ്ടു കാട്ടിക്കൂടെ ഓടി അലയുന്ന രാജീവനെ പുറകെ ഗുണ്ടകളും. അപ്പൊ ഏതോ വലിയൊരു വിപത്തി ചെന്ന് പെട്ടിട്ട് ഗുണ്ടകളെ പേടിച്ചിട്ട് രാജീവൻ ഓടി വരുന്ന ആ കാട്ടിക്കൂടെ. അവസാനം വേറെ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഓടി വന്ന് കയറുന്ന മനയിലേക്ക്. പക്ഷെ രാജീവൻ മനയിലേക്ക് കയറിയതറിഞ്ഞ് പുറകെ ഗുണ്ടകളും വരുന്നുണ്ട്.
ഗുണ്ടകൾ വന്നു കഴിയുമ്പോഴത്തേനും ഉണ്ണിമോളും ഗിരിദേവനും ഒക്കെ അങ്ങോട്ട് ഇറങ്ങി ചെന്നു. അപ്പൊ ഉണ്ണിമോളെയൊക്കെ രാജീവിന്റെ ഒരു ഫോട്ടോ ഫോണിനകത്ത് കാണിക്കുവാണ്. എന്നിട്ട് ചോദിച്ചു, ഈ ഫോട്ടോയിലുള്ള ആളെ കണ്ടോ, അയാൾ ഇങ്ങോട്ട് അങ്ങനെ കയറി വന്നോന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഉണ്ണിമോൾ പറഞ്ഞു, ഇല്ലാന്ന് പറയാണ്. കാരണം ഉണ്ണിമോൾക്ക് മനസ്സിലായി ചെറിയച്ഛൻ എന്തോ ആപത്തിപ്പെട്ടിരിക്കുവാണ്. എന്താന്നറിയില്ല, എന്തോ ഒരു വലിയ ആപത്ത് തന്നെയാ. അങ്ങനെ അത് അറിഞ്ഞ് ഇനിയിപ്പം അവന്മാരങ്ങോട്ട് തിരിച്ചു പോവാണ്. പിന്നീട് ഗിരിദേവനോട് പറഞ്ഞു, ചെറിയച്ഛൻ എന്തോ വലിയ ആപത്തിപ്പെട്ടിരിക്കോ ഗിരിദേവ, എന്താന്ന് അറിയത്തില്ലോ എന്ന് പറയാൻ. ഗിരിദേവൻ പറഞ്ഞു, അതോർത്തൊന്നും ഉണ്ണിമോള് പേടിക്കണ്ട കേട്ടോ, ചെറിയച്ഛൻ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാ. പിന്നീട് ഗിരിദേവനും ഉണ്ണിമോളൊക്കെ അവിടെ ഉണ്ടെന്നറിഞ്ഞ് ഇപ്പൊ രാജീവൻ എന്ത് ചെയ്യുവാണ്, രാജീവൻ പമ്മി നടക്കുവാണ്. കാരണം ഇവന്റെ മുമ്പിൽ എങ്ങാനും ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ താൻ ഇവിടെ ഉണ്ടെന്നുള്ള സത്യം അനുപമ അറിയും. അത് പിന്നെ അടുത്ത പ്രശ്നവും. താൻ ഗൾഫിലാന്ന് ഓർത്ത അനുപമ ഇരിക്കുന്നേ. പക്ഷെ അനുപമ രാജീവൻ ഗൾഫിലല്ല ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിലുള്ള കാര്യമൊന്നും അറിഞ്ഞ കാര്യമൊന്നും രാജീവൻ അറിയില്ലായിരുന്നു. തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്നും അതൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ രാജീവൻ അവരെ മാറി മറിഞ്ഞ് നടക്കുന്നൊക്കെയുണ്ട്. പിന്നീട് ബ്രഹ്മരക്ഷസ് തമ്പുരുമോളെ അവിടെ വെച്ച് വീണ്ടും പിടികൂടുന്നുണ്ട്. തമ്പുരുമോളോട് അതിങ്ങ് തരാൻ പറയാണ്. പക്ഷെ തമ്പുരുമോളുടെ കയ്യിൽ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? തമ്പുരുമോട് അലർന്ന് നിലവിളിച്ചോണ്ട് ഓടി ചില നേരെ ഗിരിദേവന്റെ മുന്നിലേക്ക്. പക്ഷെ ഗിരിദേവന്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും തമ്പുരുമോള് നിന്നു. പക്ഷെ ബ്രഹ്മരക്ഷത്തിന് അടുക്കാൻ പറ്റിയില്ല. കാരണം ഗിരിദേവന്റെ മുന്നില് പിടിച്ചാക്കാൻ പറ്റില്ല. പിന്നെ തനിക്ക് അറിയാൻ പറ്റുന്ന അടവുകളൊക്കെ ബ്രഹ്മരക്ഷസ് എടുത്തു. പക്ഷെ അതൊക്കെ അയ്യപ്പസ്വാമിയുടെ മുന്നിൽ നിഷ്പ്രഭമാകുവാണ്. അങ്ങനെ തമ്പുരുമോൾക്ക് അങ്ങനെ സംസാരശേഷി തിരിച്ചു കിട്ടുന്നൊക്കെ ഉണ്ട്. അതിന്റെ വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ രാജീവനെ രക്ഷിച്ച് കൊണ്ടുപോവാണ്. അപ്പം രാജീവൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ രാജീവൻ അവസാനം അയ്യപ്പസ്വാമിയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അങ്ങനെ രാജീവന്റെ ജീവൻ രക്ഷിക്കുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.